Hello friends, welcome to SAT Centers Tuition Class 11 Math, Chapter 2, Relations and Functions, Part 9, Graph of Functions. The graph of a function f is a set of points x f of x such that x is the domain of f. The y coordinates of any point x, y on the graph is y is equal to f of x. Okay. ഈ എഫ് ഓഫ് എക്സ് എന്നൊക്കെ പല കുട്ടികൾക്കും പേടിയാണ്. എഫ് ഓഫ് എക്സിനെ കുറിച്ച് പേടിക്കാനും വേണ്ട, ഇത്രയേ ഉള്ളൂ. അതായത് സപ്പോസ് y സമം 2x, ഇതൊരു ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വില 1 ആവുമ്പോൾ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 1, y ഇസ് ഈക്വൽ ടു എന്തായിരിക്കും 2 into 1. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ക്ലിയർ? സിമിലർലി വെൻ എക്സ് ഇസ് ഈക്വൽ ടു 2, y സമം വാട്ട് 2 into 2. എക്സിൻ്റെ സ്ഥലത്ത് മാറ്റി കൊടുക്കുക, that is 4. That is, this is x and this is y. If x is equal to 1, y is equal to 1 into 2, 2. X is equal to 2, y is equal to 2 into 2, 4. If x is equal to 3, y is equal to 3 into 2, 6. Clear? So y is depends on x. y യുടെ വില എന്ന് പറഞ്ഞാൽ x ന്റെ വില മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. So we called y is the function of എന്താണ് x. Clear? നിങ്ങൾ 1 കിലോ പഞ്ചസാര വാങ്ങിച്ചാൽ പ്രൈസ് മാറും, 2 കിലോ വാങ്ങിച്ചാൽ വീണ്ടും പ്രൈസ് മാറും, 3 കിലോ വാങ്ങിച്ചാൽ പ്രൈസ് കൂടും അല്ലേ? സോ ദ പ്രൈസ് ഇസ് ഡിപ്പെൻഡ്സ് ഓൺ ദ എന്താണ് ഹൗ മെനി കിലോഗ്രാം, ദ വെയിറ്റ്. സിമിലർലി എക്സ് ഇസ് ദ ഡൊമൈൻ, വൈ ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് എക്സ്. സോ വി റൈറ്റ് വൈ ഈസ് ഈക്വൽ ടു ദ ഫംഗ്ഷൻ ഓഫ് എക്സ്. സോ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൈ തന്നെയാണ്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഓർഡേഡ് പേര് ഗ്രാഫിൽ വരയ്ക്കും എക്സ് കോമ വൈ ആണ് എഴുതാറ് അല്ലേ? അതിന് പകരം നമുക്ക് പിന്നെ ഈ വൈക്ക് പകരം എന്ത് എഴുതാം? എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാലും വൈ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, യെസ്. സോ ഇറ്റ് ഈസ് ഈസി ടു റിക്കഗ്നൈസ് ദ ഗ്രാഫ് ഓഫ് എ റിലേഷൻ വിത്ത് എ ഫംഗ്ഷൻ ഇഫ് ദർ ആർ 2 or more points of the graph on the same vertical line, then the relation is not a function. Otherwise it is. Here are some x graphs. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഫംഗ്ഷൻ ഏതാണ്, ഫംഗ്ഷൻ ഏതാ അല്ല എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഹിയർ ദ വാല്യൂ ഇസ് 0, എക്സ് ഇസ് ഈക്വൽ ടു 0, ബട്ട് ഹിയർ ഇസ് സം വാല്യൂ വൈ ആൻഡ് സം വാല്യൂ വൈ. കണ്ടോ? അപ്പോൾ 0-ന് ഇവിടെ ഒരു വാല്യൂ ഉണ്ട്, ഇപ്പുറത്തും ഒരു വാല്യൂ ഉണ്ട്. സോ 0-ന് 2 വാല്യൂ വന്നു. സപ്പോസ് ദിസ് ഈസ് -1 ആൻഡ് ദിസ് ഈസ് 1, then the coordinates is 0, 1, okay, and 0, -1. So this is not a function. Similarly here, the x is 0 and y have some values on positive y-axis and some values on negative y-axis. This is also not a function. But here, if you take 0, y has only one crossing. Clear? If you take here the suppose -3, then y has only one value. And so this is a function. Clear or no? So in figure 1, no vertical lines intersect the graph more than once. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയാൽ ഈ ലൈൻ ഒരു തവണ മുട്ടുന്നുള്ളൂ. ഉണ്ടോ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 2 തവണ മുട്ടുന്നു. ഉണ്ടോ? അപ്പോൾ അങ്ങനെയുള്ളതൊന്നും എന്തല്ല ഫംഗ്ഷൻ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ ഇത് ഫംഗ്ഷനാണ്, ഇത് രണ്ടും എന്തല്ല ഫംഗ്ഷൻ അല്ല. ഓക്കെ, ഇനി നമുക്ക് ചില സം ഫംഗ്ഷൻസ് ആൻഡ് ഗ്രാഫുകൾ നോക്കാം. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഐഡന്റിറ്റി ഫംഗ്ഷനാണ്. പേര് ഓർത്തിരിക്കാം. ഓക്കെ, let R be the set of real numbers. Define the real valued function f r to r by y is equal to f of x is equal to x. എന്ന് പറഞ്ഞാൽ എക്സിന്റെ വിലയും വൈയുടെ വിലയും സെയിം ആയിരിക്കും. നിങ്ങൾ എക്സ് 1 കൊടുത്താൽ വൈയുടെ വിലയും 1 തന്നെ, എക്സ് 2 കൊടുത്താൽ വൈയുടെ വിലയും എന്താണ് 2 തന്നെ. സച്ച് ഫംഗ്ഷൻസ് ആർ കോൾഡ് ആസ് എന്താണ് ഐഡന്റിറ്റി ഫംഗ്ഷൻസ്. കണ്ടോ? അപ്പോൾ നമ്മൾ ഈ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. സപ്പോസ് എക്സ് ഇസ് ഈക്വൽ ടു 4, വൈ ആൾസോ ഇസ് ഈക്വൽ ടു 4. കണ്ടോ? ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു -4, വൈ ആൾസോ ഇസ് ഈക്വൽ ടു -4. Clear? Next is constant function. Define the function f r to r by f of x is equal to c. നമ്മൾ എക്സിന് എന്ത് വില കൊടുത്താലും വൈക്ക് എന്താണ് എപ്പോഴും ഒരേ വില തന്നെയായിരിക്കും. ഇപ്പോൾ എക്സിന് 1 കൊടുത്തു വൈയുടെ വില 2, എക്സിന് 2 കൊടുത്തു വൈയുടെ വില 2, എക്സിന് 3 കൊടുത്തു വൈയുടെ വില 2. വൈയുടെ വില മാറുന്നില്ല. ഓക്കെ, ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ വൈയുടെ വില എന്ന് പറയുന്നത് 3 ആണ്. വാട്ട് എവർ ദ വാല്യൂ, വിച്ച് എവർ ദ വാല്യൂസ് ഓഫ് എക്സ് യു ആർ ഗിവൻ, ദ വൈ ഈസ് ആൾവേസ് 3. So we called f of x is equal to a constant, that is c. It is a constant function. Clear? Next is polynomial function. You are already study about polynomial functions in your 10th class. So നമുക്ക് പറയേണ്ട ആവശ്യമില്ല ഇതിനെക്കുറിച്ച് എന്താണെന്നുള്ളത്. പോളിനോമിയൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ദിസ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ആർ നോൺ ആസ്
polynomial functions. F of x is equal to x cube, x square plus 2, x plus 2. Even if you take f of x is equal to 2, this is also a polynomial. മനസ്സിലായോ? വെറുതെ ഒരു സംഖ്യ പറഞ്ഞാലും അത് എന്ത് തന്നെയാണ് പോളിനോമിയൽ, ബിക്കോസ് ഇറ്റ് ഹാസ് എ പവർ കോഎഫിഷ്യന്റ് x raised to 0. ക്ലിയർ? x raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടെ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സപ്പോസ് y is equal to f of x is equal to x square. അപ്പോൾ എക്സിന് വില -4 ആണെങ്കിൽ എക്സ് സ്ക്വയർ 16, -3 ആണെങ്കിൽ 9, -2 ആണെങ്കിൽ 4, -1 ആണെങ്കിൽ 1. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. 0 ആണെങ്കിൽ 0, 1 ആണെങ്കിൽ 1, 2 ആണെങ്കിൽ 4, 3 ആണെങ്കിൽ 9, 4 ആണെങ്കിൽ 16. ക്ലിയർ? ഓക്കെ, നമുക്ക് അതിൻ്റെ ഗ്രാഫ് എങ്ങനെ ഇരിക്കും നോക്കാം. സോ ദിസ് ഈസ് ദ ഗ്രാഫ് ലൈക്ക്. ഇത്തരം ഫംഗ്ഷനാണ് പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഹിയർ ദ ഡൊമൈൻ എന്ന് പറയുന്നത് ഏത് സംഖ്യ വേണമെങ്കിലും ആവാം. റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് എപ്പോഴും പോസിറ്റീവ് സംഖ്യയായിരിക്കും. അതാണ് എക്സ് റേഞ്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ 0. ക്ലിയർ? ഓർ ഈക്വൽ ടു 0. നെക്സ്റ്റ് ഈസ് ദ റാഷണൽ ഫംഗ്ഷൻസ്. ഇറ്റ് ഈസ് വെരി ഈസി. സപ്പോസ് നിങ്ങൾ വ്യുൽക്രമങ്ങളുണ്ട് 1/x. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് റാഷണൽ ഫംഗ്ഷൻ. ഇഫ് f of x is equal to 1/x, it's a rational function because ന്യൂമറേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ട്. ന്യൂമറേറ്റർ നമുക്ക് എന്താണ് f of x എന്ന് പറയാം, ഡിനോമിനേറ്റർ നമുക്ക് g of x. ന്യൂമറേറ്റർ ഒരു ഫംഗ്ഷൻ, ഡിനോമിനേറ്റർ മറ്റൊരു ഫംഗ്ഷൻ. ഇങ്ങനെ വന്നാലും അതെന്താണ് റാഷണൽ ഫംഗ്ഷൻ. സപ്പോസ് x ഡിവൈഡഡ് ബൈ x പ്ലസ് 1, മുകളിൽ എഴുതിയിരിക്കുന്നത് ഒരു ഫംഗ്ഷനാണ്. അതുപോലെ x പ്ലസ് 2 മുകളിൽ എഴുതിയിരിക്കുന്ന പോളിനോമിയൽ ഫംഗ്ഷനാണ്, ഡിവൈഡഡ് ബൈ x പ്ലസ് 3. ഇതെന്താണ്? ഇത് ഇങ്ങനെയൊക്കെ വരുന്നത് ഒരു റാഷണൽ ഫംഗ്ഷൻസ് എന്ന് പറയും. സപ്പോസ് 1/x എന്ന് എഴുതിയാലും അതെന്താണ് റാഷണൽ ഫംഗ്ഷൻ. ഒരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടാവുന്നതാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിനോമിനേറ്റർ ഒരിക്കലും എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. സപ്പോസ് x പ്ലസ് 2 ഡിവൈഡഡ് ബൈ എന്താണ് 0, അങ്ങനെ ഇനി 0 ഇവിടെ ഉത്തരം വരുന്ന ഒരു സംഭവവും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഫംഗ്ഷനായിട്ട് വരാനായിട്ട് പാടില്ല. ക്ലിയർ ആണോ? ഇപ്പോൾ സപ്പോസ് ഞാനിവിടെ x -2 കൊടുത്തു വിചാരിക്കും. എന്നിട്ട് ഞാൻ പറയുന്നത് എക്സിൻ്റെ വില എന്ന് പറയുന്നത് എന്താണ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ 2 കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 4, ബട്ട് താഴെ 2 കൊടുത്ത് 0 ആയി. 4/0 ഇസ് നോട്ട് ഡിഫൈൻഡ് ഇൻ മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിൽ 0 വെച്ചുള്ള ഡിവൈഡ് ഇല്ല, അതുകൊണ്ട് അത് ഡിഫൈൻ ചെയ്യുന്നില്ല. അപ്പോൾ ഈ തന്നിരിക്കുന്നത് വെച്ചിട്ട് നമുക്കൊരു 1/x ചെയ്യുകയാണെങ്കിൽ -2 ഡിവൈഡഡ് ബൈ 1 ഡിവൈഡ് ബൈ -2 എന്ന് പറഞ്ഞാൽ -0.05 കിട്ടും. അതുപോലെ ഇതേ വാല്യൂസിന് ഇപ്പുറത്തും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാല്യൂസ് കിട്ടും. നമുക്കിത് ഗ്രാഫ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ലുക്സ് ലൈക്ക് ദിസ് എക്സെപ്റ്റ് 0. 0-ലൊരു കണക്ഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ഗ്രാഫ് ഇരിക്കുന്നത്. ഓക്കെ, റാഷണൽ ഫംഗ്ഷൻസ്. നെക്സ്റ്റ് ഈസ് മോഡുലസ് ഫംഗ്ഷൻ ആണ്. വെരി ഈസിയാണ് ഇത് മനസ്സിലാക്കാനായിട്ട്, കോംപ്ലിക്കേറ്റഡ് ആക്കരുത് പണി. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ -2 എന്ന് സാറ് എഴുതി അതിനുചുറ്റും 2 വരെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ നെഗറ്റീവ് വാല്യൂ എടുക്കരുത്, പോസിറ്റീവ് വാല്യൂ എടുക്കാം. 2 പിന്നെ എഴുതി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ, വേറെ വ്യത്യാസം. നെഗറ്റീവ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അതായത് എങ്ങനെയാണ് ഇത് പോസിറ്റീവ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള വാല്യൂവിനെ നെഗറ്റീവ് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. നെഗറ്റീവ് ഓഫ് -2, അതാണ് ഈ 2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ ഞാനിവിടെ മോഡുലസസ് -x എന്ന് എഴുതുന്നതായിരിക്കും. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് മൈനസ് ഓഫ് അകത്തെടുക്കുന്ന ആൾ, ദാറ്റ് ഈസ് പോസിറ്റീവ് x. ക്ലിയർ? ഇനി മോഡുലസ് ഓഫ് x എഴുതുന്നതായിരിക്കും. ഇതിൻ്റെ ഉത്തരം അകത്തെടുക്കുന്ന ആൾ തന്നെ. ക്ലിയർ? ഓക്കെ, ക്ലിയർ? സോ ഈ എഴുതിയിരിക്കുന്ന ഉത്തരത്തിന് നമ്മൾ എന്താ വിളിക്കുക? f of x. ക്ലിയർ? ഇവിടെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ഈച്ച് x belongs to R is called modulus function. f of x is equal to modulus x. ക്ലിയർ? ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫോർ ഈച്ച് നോൺ നെഗറ്റീവ് വാല്യൂ ഓഫ് x f of x is equal to x. കണ്ട, എക്സിൻ്റെ വില 0-നേക്കാളും വലുതാവോ അല്ലെങ്കിൽ 0 ആണെങ്കിൽ ഉത്തരം എന്താണ്? x തന്നെ. ബട്ട് ഫോർ നെഗറ്റീവ് വാല്യൂസ് ഓഫ് x ദ വാല്യൂ ഓഫ് f of x is the negative of the value of f. കണ്ടോ, നെഗറ്റീവ് ഓഫ് x എടുക്കണം. നിങ്ങൾ എക്സിൻ്റെ വില -2 ആണെന്ന് വിചാരിക്കും. ഞാനിവിടെ കാണിച്ച പോലെ -2 ആണെങ്കിൽ ഉത്തരത്തിൽ മൈനസ് ഓഫ് നിങ്ങൾക്ക് ചോദ്യം തന്നിരിക്കുന്ന x, ദാറ്റ് ഈസ് മൈനസ് ഓഫ് -2, ദാറ്റ് ഈസ് 2. കണ്ടോ, അപ്പോൾ എക്സിന് എന്ത് വില കൊടുത്തു കഴിഞ്ഞാലും വൈയുടെ വില എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കണ്ടോ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഗ്രാഫിൽ. ഇപ്പോൾ എക്സിൻ്റെ വില 2, വൈയുടെ വില 2, എക്സിൻ്റെ വില 4, വൈയുടെ വില 4, എക്സിൻ്റെ വില 6, വൈയുടെ വില 6, എക്സിൻ്റെ വില -2. അപ്പോൾ അപ്പോഴും വൈയുടെ വില എന്താണ്? 2 ആണ്. -2 ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് എന്താണ്? 2. -4ന്റെ മോഡുലസ് 4. കണ്ടോ? ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് സിഗ്നം ഫംഗ്ഷൻ.
The function f r to r defined by f of x is equal to 1 if x greater than 0, 0 if x is equal to 0, minus 1 if x less than 0. Very easy ആണ്. എക്സിൻ്റെ വില എന്ന് പറയുന്നത് പൂജ്യത്തിനേക്കാളും വലുതാണെങ്കിൽ സപ്പോസ് 1, 2, 3 എന്തും ആയിക്കോട്ടെ വൈയുടെ വില എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും ഒരാൾ 1 ആയിരിക്കും. എക്സിൻ്റെ വില 0 ആണെങ്കിൽ വൈയുടെ വില എന്താണ് 0 ആയിരിക്കും. അപ്പോൾ റേഞ്ചിൽ എന്തൊക്കെ വരാം 0 വരാം. എക്സിൻ്റെ വില പൂജ്യത്തിനേക്കാളും ചെറുതാണെങ്കിൽ വൈയുടെ വില എപ്പോഴും നെഗറ്റീവ് ഉണ്ടായിരിക്കും. അപ്പോൾ മാക്സിമം ഇത്രേ വരുള്ളൂ. ഇവിടെ എന്തൊക്കെ വില വന്നാലും ഇത്രേ വരുള്ളൂ എന്തിൽ വൈയിൽ. അപ്പോൾ ഇവിടെ വരുന്നത് 0 ആണെങ്കിൽ വൈയുടെ വില എപ്പോഴും 0. ഇവിടെ വരുന്നത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂസ് ആണെങ്കിൽ പ്ലസ് വാല്യൂസ് ആണെങ്കിൽ വൈയുടെ വില എപ്പോഴും എന്താണ് 1 ആയിരിക്കും. നെഗറ്റീവ് വാല്യൂസ് ആണെങ്കിൽ വൈയുടെ വില എപ്പോഴും എന്തായിരിക്കും നെഗറ്റീവ് 1 ആയിരിക്കും. ക്ലിയർ? ഓക്കെ. സോ ലെറ്റ് us look at the graph. If x is equal to 0, വൈയുടെ വില 0 തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്താണ് എക്സ്ക്ലൂഡ് ചെയ്തേക്കുന്നത്. അതായത് ഇവിടെ ഡാർക്ക് ചെയ്തിട്ടില്ല, കാരണം ഈ വില ഇതിനകത്ത് പെടില്ല. എക്സിൻ്റെ വില 0 ആകുമ്പോൾ വൈക്ക് വില ഇവിടെ ഇല്ല, 0 തന്നെ. കണ്ടോ? ബട്ട് എക്സ് ഗ്രേറ്റർ ദാൻ 0 ദാറ്റ് ഈസ് 1 ആണെങ്കിൽ ഇവിടെ ഓക്കെ 1, 2 ആണെങ്കിലോ 1, 3 ആണെങ്കിലോ 1. കണ്ടോ? ഇപ്പുറത്തേക്ക് വരുമ്പോഴോ -1 ആണെങ്കിലോ -1, -2 ആണെങ്കിലോ -1, -3 ആണെങ്കിലോ again -1. കണ്ടോ? This type of function is known as the signum function. Clear? Next is little confusing. Greatest integer function. വളരെ ശ്രദ്ധിക്കണം, കാരണം +2ലും ഇത് വരുന്നതാണ്. f r to r defined by f of x is equal to greatest integer x. X belongs to r assumes the value of the greatest integer less than or equal to x. ഒന്നില്ലെങ്കിൽ എക്സിനേക്കാളും ചെറുതോ അല്ലെങ്കിൽ എക്സിന് എന്താണ് ഈക്വലും ആയിരിക്കണം. such a function is called the greatest integer function. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ എന്താണെന്നുള്ളത് സാർ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 2 വാല്യൂ തന്നു, 2.5, 2.6. 2.5നേക്കാളും ചെറുതായിട്ടുള്ള വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2 ആണ്. 2.6നേക്കാളും ചെറുതും 2 ആണ്. ഇതാണ് ഈ പോയിന്റ് ഇല്ലാതെയുള്ള വാല്യൂ. ദിസ് ഈസ് നോൺ ആസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ. ഓക്കെ. അപ്പോൾ 1നും 2നും ഇടയ്ക്കുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഏതൊക്കെയാണ്? 1.1, 1.2 തുടങ്ങി 1.9 വരെ നിങ്ങൾ എഴുതിയാൽ ദി ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഈസ് 1, 1, 1. ക്ലിയർ? ഓക്കെ. സപ്പോസ് ഇവിടെയാണ് കുട്ടികൾ തെറ്റിക്കുക. സപ്പോസ് -2.3, -2.1, -2, -2.4. ഓക്കെ. ഇപ്പം ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെന്താ പറഞ്ഞ ചെറിയ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നാണ് നമ്മൾ പറഞ്ഞേക്കണം അല്ലേ? അപ്പോൾ നോക്കിക്കോളൂ കേട്ടോ. ഇതിനകത്ത് ഏതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്ന് വെച്ചാൽ ഉടനെ കുട്ടികൾ എടുത്ത് പറയും -2 ആണ്. അത് തെറ്റാണ്. കണ്ടോ? -2 ആണെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതെന്താണ് തെറ്റാണ്. കാരണം -3ക്കും -2നും ഇടയിലുള്ള വാല്യൂസ് ആണ് ഇത്. ക്ലിയർ? നമുക്കറിയാം -2 കഴിഞ്ഞാൽ പിന്നെ -1, പിന്നെ 0, പിന്നെ 1. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നതോറും വാല്യൂ കൂടി വരികയും ഇങ്ങോട്ട് പോകുന്നതോറും വാല്യൂ എന്താണ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇടയിലുള്ള -2.4ഉം -2.3 നിങ്ങൾക്ക് തന്നാൽ ഇതിനേക്കാളും കുറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് -3 ആണ്. അപ്പോൾ എന്താണ് ആൻസർ? -3 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എടുക്കേണ്ടത്. ക്ലിയർ ആണോ? അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. സോ ഇവിടെ എക്സ് കൊടുത്തിട്ടുണ്ട്. -1 ആണെങ്കിൽ -1 എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ് 0നേക്കാളും ചെറുതാണെങ്കിൽ എന്താണ് -1. 0 ആണെങ്കിൽ 0 തന്നെ. എക്സ് ഈക്വൽ ടു 1 ആണെങ്കിലോ അത് 1നും 2നും ഇടയിലായിരിക്കും. 1.5, 1.3 അങ്ങനെയൊക്കെ. ഓക്കെ. എക്സ് ഈക്വൽ ടു 2 ആണെങ്കിൽ അത് ഏതിൻ്റെ ഇടയിലായിരിക്കും? 2നും 3ക്കും ഇടയിലായിരിക്കും. ഓക്കെ. സോ ദ ഫംഗ്ഷൻ ഇസ് ലുക്സ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫ് വരിക എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം നോക്കി മനസ്സിലാക്കി പറഞ്ഞ കേസ് എന്നുള്ളത്. ഒന്ന് ഇവിടെ പറയുന്നത് ഫോർ എക്സ് ഇസ് ഈക്വൽ ടു -1, എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ -1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഇവിടെ വരും, ഇതിൻ്റെ ഇടയിൽ. ഉണ്ടോ? ഇനി 0 ആണെങ്കിലോ 0 തന്നെ. പിന്നെന്താണ് ഇവിടെ വരും. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു 1 ആണെങ്കിലോ ഡിൻ്റെ ഇടയിൽ വരും. കണ്ടോ?
2 ഇല്ല, 2 എക്സ്ക്ലൂഡ് ചെയ്തേക്കുന്നുണ്ടോ. എക്സ് ഇസ് ഈക്വൽ ടു 2, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 2 വരണമെങ്കിൽ അതിൻ്റെ ആൻസർ എവിടെ ആയിരിക്കും? 2നും 3ക്കും ഇടയിലുള്ള സംഖ്യകളുടെ എല്ലാവരുടെയും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്താണ്? 2 ആണ്. ഓക്കെ, നെക്സ്റ്റ് വിസിറ്റ് പാർട്ട് 10. നമ്മൾ പാർട്ട് 10ൽ നമ്മൾ ഇതിൻ്റെ ആൽജിബ്ര, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ഫങ്ഷൻസിൻ്റെ നമ്മൾ ഒരു തിയറി പഠിക്കും. ദെൻ നമുക്ക് പ്രോബ്ലംസിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു. പ്ലീസ് വിസിറ്റ് പാർട്ട് 10.